ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ ഇന്ന് നമുക്ക് ഈ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ ചപ്പാത്തിയൊക്കെ വരികയാണെങ്കിലേ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ചപ്പാത്തി വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. സാധാരണ നമ്മളിങ്ങനെ അധികമൊക്കെ വരുമ്പോഴും ഒന്നുകിൽ വേറെ കറി ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക എടുത്ത് കളയും, അങ്ങനെയൊക്കെ അല്ലേ. അപ്പം ഇതുപോലെ രണ്ട് കിഴങ്ങും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ഐറ്റം ഉണ്ടാക്കി എടുക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ദാണ്ടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. 2ഓ 3ഓ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു 3 പേർക്ക് കഴിക്കാനുള്ള അളവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് അങ്ങ് വലിയ 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 പീസസ് ആക്കണ്ട, അത്യാവശ്യം ഒന്ന് ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്നെല്ലാം ഒന്നങ്ങ് പിച്ചി പിച്ചി ഇട്ട് കൊടുക്കാം. ഇതുപോലൊക്കെ ചപ്പാത്തിയൊക്കെ അധികം ഉണ്ടെങ്കിൽ സ്കൂളൊക്കെ വിട്ട് കുട്ടികൾ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനിവിടെ ചപ്പാത്തി എല്ലാം ഇതുപോലെ ഒന്ന് ഈ ഒരു സൈസിന് ഒന്ന് പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈവച്ച് തന്നെ. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് തന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്, ക്ലീൻ ആക്കി. ഇതുപോലെയാണ് ഈ ഒരു സൈസിനാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കയ്യിലുള്ളത് കൊണ്ട് ചേർത്തതാണ്. നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ നെയ്യിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഈ ബട്ടർ ഒന്നങ്ങ് മെൽറ്റായിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കുവേ ഇനി നമുക്ക് ഇനി ഈ ബട്ടർ മെൽറ്റാക്കുമ്പോഴേ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ബട്ടർ മെൽറ്റായിട്ട് വരുമ്പം ഒരു 2, 3, 4 വെളുത്തുള്ളി അല്ലി എടുത്ത് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം ഈ ബട്ടറിലോട്ട് ഇട്ടിട്ട്. ഇതുപോലെ ഒന്നങ്ങ് മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള എടുത്ത് ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് നേരമായിട്ട് ബ്രൗൺ നിറത്തിലൊന്നും എത്തിക്കണ്ട. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് മറ്റേ ഒന്ന് ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന പാകം ഉണ്ടല്ലോ, ആ ഒരു പരുവം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. ഇപ്പോൾ ദാണ്ടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് ഒരു ഗ്ലാസ് പരുവമൊക്കെ എത്തിയിട്ടുണ്ട്. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവം വരെയൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു കുഞ്ഞി തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഒരു വളരെ ചെറിയൊരു തക്കാളി എടുത്തിട്ടുള്ളൂ. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പം ഞാനിതിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ ഇപ്പോഴല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന പാകം വരെയും ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ദാണ്ടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ക്യാപ്സിക്കം അങ്ങനെ ഉറപ്പായിട്ടും ചേർക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഒരു നല്ല ഫ്ലേവറും ആണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലും താഴെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മുളക് പൊടി ഞാൻ നല്ല എരിവില്ലാതെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ ചിക്കൻ മസാലയാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ പൊടികളുടെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് മാറിക്കിട്ടും. ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് മാറ്റിയെടുക്കാം.
ഇപ്പോൾ ദാണ്ടെ പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിലിട്ട്. അപ്പോൾ ദാണ്ടെ ഇപ്പോൾ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തതാണ്. ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ കൈ വെച്ചൊന്ന് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. പൊടിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇതുപോലെ നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാണ്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കി ആ മാഗി ക്യൂബൊക്കെ ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 1 കപ്പ് സാധാരണ പച്ചവെള്ളമാണ് ചേർക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്നങ്ങ് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ മിക്സ് ആക്കി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ട ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാണ്ട ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെജിറ്റബിൾസും എല്ലാം ചേർക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സമയം ക്യാരറ്റൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ പച്ചപ്പട്ടാണി ചേർത്ത് കൊടുക്കാം, അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ഉരുളക്കിഴങ്ങ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോഴും കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട് ഞാനൊരു 1/4 കപ്പോളം വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാര്യം ഇത് ഈ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരുമ്പോഴേക്കും വെള്ളം കുറച്ചും കൂടെ വറ്റും. അപ്പോൾ അത്രയും പോരാ, അപ്പോൾ ഒരു 1/4 കപ്പ്, അപ്പോൾ ടോട്ടൽ 1/4 കപ്പോളം വെള്ളമേ ഞാനിത് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. കാര്യം നമ്മൾ മാഗി ക്യൂബ് ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ അതിൽ കുറച്ച് ഉപ്പിൻ്റെ അംശമുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചപ്പാത്തി ചേർക്കുന്നുണ്ട്, അപ്പം ചപ്പാത്തിയിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മാത്രം ഉപ്പിപ്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി അടച്ചു വെക്കുക. ഈ ഉരുളക്കിഴങ്ങൊക്കെ നല്ല പോലെ വെന്ത് വരുന്നവരെയും ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ദാണ്ടെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അമർത്തി നോക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ 2ആയിട്ട് മുറിഞ്ഞ് കിട്ടുന്നെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഞാൻ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് നോക്കുമ്പോൾ വെന്ത് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഭാഗം വരെ വേവിച്ചെടുത്താൽ മതി. ഇനി അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ചപ്പാത്തി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ച് ചുട്ടെടുക്കൂലേ അതാണ്. പക്ഷെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയാണ് കേട്ടോ ഇതിന് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് അതായതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അത് വെച്ച് തന്നെ ഉണ്ടാക്കി കാണിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ മാവ് കുഴച്ചുണ്ടാക്കുന്ന ചപ്പാത്തിക്കാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സാക്കി നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഒതുക്കി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക, ഒരു 2-3 മിനിറ്റ്. ചപ്പാത്തിയിലൊക്കെ ആ ഒരു മസാലയ്ക്ക് ഒന്ന് പിടിച്ചു വരാനായിട്ട് മാത്രം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, ഇത് ഉണ്ടാക്കി ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, എങ്കിലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്ട് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ മിക്സ് ആക്കുന്നുണ്ട്. ഇതൊന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ചപ്പാത്തി എല്ലാം ആകെ പാടെ ഒട്ടിപ്പിടിച്ച് അപ്പം നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്നിരിക്കില്ല. അപ്പം ഇത് ചൂടോടെ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ അതാണ്ട് നമ്മുടെ അടിപൊളി ഐറ്റമാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് രാവിലത്തെ ചപ്പാത്തി വെച്ചിട്ട് വൈകിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ ഡിന്നറായിട്ട് കഴിക്കാനോ ഒക്കെ പറ്റിയൊരു ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.